ഹായ് ഓൾ, എൻ്റെ പേര് അർജുൻ ഉണ്ണികൃഷ്ണൻ. ഞാൻ ഓൾ ഇന്ത്യ റാങ്ക് ഹോൾഡർ 145. എൻ്റെ പ്രിലിം സ്ട്രാറ്റജി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് വാരി വലിച്ച് പഠിക്കുന്നതിന് പകരം മിനിമം നോളജ്, അതായത് ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ചായിരുന്നു ഞാൻ പ്രിലിംസിന് എടുത്തിരുന്നത്. കൂടാതെ മൾട്ടിപ്പിൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ അന്ന് കിട്ടിയൊരു ഇൻഫർമേഷൻ ഗെയിനിങ് എനിക്ക് പ്രിലിംസിന് ടാക്കിൾ ചെയ്യാൻ, പ്രിലിംസ് ക്ലിയർ ആവാൻ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ പ്രിലിംസിൻ്റെ നോളജ് തന്നെ മെയിൻസിലേക്കും അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റി. ഒരുപാട് എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വന്നില്ല മെയിൻസിന്. പിന്നെ മെയിൻസിന് അഡീഷണലായിട്ട് പഠിക്കാൻ വേണ്ടിയിരുന്നത് ഓപ്ഷനിലായിരുന്നുകൊണ്ട് തന്നെ ഓപ്ഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനും പറ്റി, പ്രിലിംസിന് കുറച്ച് അധികം പഠിച്ചിരുന്നതിനാൽ. പിന്നെ മെയിൻസിലേക്ക് വരുമ്പോഴത്തേക്കും GS മുമ്പത്തെ നോളജ് GSൻ്റെ മാർക്കിലും അത് റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. പിന്നെ ഇൻ്റർവ്യൂ സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും മെയിൻസിൽ കിട്ടിയ ആ ഒരു കറണ്ട് അഫെയർ ബ്രഷപ്പ് അത് ഇൻ്റർവ്യൂവിൽ ഒരു ഡീസൻറ്റ് മാർക്ക് സ്കോർ ചെയ്യാനും എനിക്ക് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു സ്റ്റേജിൽ മോക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടാവും, പിന്നെ മാക്സിമം മറ്റ് സെഷൻസ് ഉണ്ടാകും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഹെൽപ്ഫുൾ ആയത് പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു. ഞാൻ ഫ്രണ്ട്സിനോടൊപ്പം പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്ത് നമ്മുടെ പേഴ്സണാലിറ്റിയിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയ ആ ഒരു രീതിയിലാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഇൻഫോർമൽ അപ്രോച്ചാണ് എനിക്ക് ഇൻ്റർവ്യൂവിൽ കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇതൊരു വല്ലാത്ത ഒരു ഓവറാക്കി വലിയൊരു സംഭവമാക്കുന്നതിന് പകരം എനിക്കൊരു കൂളായിട്ട് എക്സാം ടാക്കിൾ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം ഒരുപാട് പേര് ഒരുപാട് ആസ്പിരൻസ് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഇരിപ്പുണ്ടായിരിക്കും. ഇതിനെ ഒരു വലിയ സംഭവമായി കാണാതെ വളരെ കൂളായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ എക്സാം ടാക്കിൾ ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് അതാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. Come and join iLearn IAS and feel the difference.